ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് 3 വ്യത്യസ്ത രുചിയിലും നല്ല കളർഫുള്ളും ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് നമുക്ക് ഈ ഒരു ചൂടിന് ദാഹമൊക്കെ മാറ്റാനും നല്ല അടിപൊളിയായിട്ടുള്ള കൂളിങ് ഒക്കെ നൽകാനുള്ള അടിപൊളി ഒരു ഡ്രിങ്കാണ്. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ടൊരു മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക. അതിലേക്ക് നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള അളവിൽ നമുക്ക് ലൈം ജ്യൂസ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 4-5 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 5-6 ഗ്ലാസ്സിലേക്കുള്ള ജ്യൂസാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ഇതിലേക്കൊരു ചെറിയൊരു പിടി പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക. നന്നായിട്ട് തന്നെ അരച്ച് കൊണ്ടുവരാം. അപ്പോൾ ഞാനിവിടെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു അരിപ്പയിലിട്ടിട്ട് ഒരു പാത്രത്തിലേക്ക് ഒന്ന് അരിച്ചെടുത്തിട്ട് ഇതിൻ്റെ ജ്യൂസ് മാറ്റി വെക്കാം. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റി എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഇവിടെ ജ്യൂസൊക്കെ അരിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ചെറിയൊരു കഷ്ണം കക്കരി തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് ജ്യൂസാക്കി എടുക്കുന്നുണ്ട്. ഇത് ഒരു ഗ്ലാസ്സിലേക്കുള്ള അളവിലാണ് ഞാൻ ആക്കിയെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുള്ള കസ്കസും 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പുതിനയിലയും പഞ്ചസാരയും ലെമൺ ജ്യൂസിൻ്റെയൊക്കെ മിക്സ് ഒരു 4 ടേബിൾ സ്പൂണോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കക്കരിക്ക ജ്യൂസും കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് തണുത്ത വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ്സിലേക്കുള്ള അളവിലാണ് കക്കരിക്ക ജ്യൂസൊക്കെ എടുത്തിട്ടുള്ളത്. നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു അടിപൊളി ഡ്രിങ്കാണ്. ഒരു വ്യത്യസ്ത രുചിയിലും അതുപോലെ തന്നെ നിറത്തിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ്. അപ്പോൾ ഒരു തവണ ഇതുപോലെ ഒരു വ്യത്യസ്തമായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കുക. എന്തായാലും ഇഷ്ടപ്പെടും. ദാഹമൊക്കെ മാറാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഡ്രിങ്കാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇനി അടുത്ത ഡ്രിങ്ക് ഏതാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുള്ള 1 ടേബിൾ സ്പൂണ് കസ്കസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വത്തക്ക ജ്യൂസാണ്. അപ്പോൾ ഒരു 4 ടേബിൾ സ്പൂണോളം വത്തക്ക ജ്യൂസ് ഉണ്ടാവും. അതൊന്ന് അരിച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ വത്തക്ക ജ്യൂസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ലൈം ജ്യൂസാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടില്ല. അതും കൂടി ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക. വത്തക്ക ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ അതിലിട്ടിട്ട് പഞ്ചസാര അടിച്ചെടുത്താലും മതി. ഇനി നമ്മൾ തണുത്ത വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ രണ്ടാമത്തെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു വെറൈറ്റി ഒരു കളറിൽ നല്ല ഒരു അടിപൊളി രുചിയും കൂടിയാണ്. അപ്പോൾ 2 ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന വ്യത്യസ്തമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇനി അടുത്ത ഡ്രിങ്ക് ഏതാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കുക. പിന്നെ കസ്കസ് വെള്ളത്തിലിട്ട് കുതിർത്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ലൈം ജ്യൂസ് 1.5 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം മുന്തിരി ജ്യൂസാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ ഓൾറെഡി നമ്മൾ മധുരം ചേർത്തിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ തണുത്ത വെള്ളം കൂടി ചേർത്തിട്ട് ഇതും കൂടെ ഒന്ന് മിക്സ് ആക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ 3 ജ്യൂസ് ഇവിടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 3 രുചിയിലും കളറിലുമാണ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇതുപോലൊന്ന് വെറൈറ്റി ആയിട്ട് ചെയ്ത് നോക്കുക. കാണാൻ നല്ല ഭംഗിയുണ്ടാവും. എന്നാൽ നമുക്ക് ഈ ഒരു ചൂട് കാലത്ത് ദാഹമൊക്കെ മാറാൻ സഹായിക്കുന്ന ഡ്രിങ്കും കൂടിയാണ്. അപ്പോൾ ഇതുപോലൊന്ന് വ്യത്യസ്തമായിട്ട് ചെയ്ത് നോക്കുക. കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്